വചനമൊഴി ജനുവരി 24. 1 കോരിന്തോസ് 4:9-16, മത്തായിയുടെ സുവിശേഷം 10:1-15. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. ഈശോ തന്റെ 12 ശിഷ്യന്മാരെ വിളിച്ച് അശുദ്ധാത്മാക്കളെ ബഹിഷ്കരിക്കാനും എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്താനും അവർക്ക് അധികാരം നൽകി. ആ 12 സ്ലീഹന്മാരുടെ പേരുകൾ: ഒന്നാമൻ പത്രോസ് എന്ന് വിളിക്കപ്പെടുന്ന ശിമയോൻ, അവന്റെ സഹോദരൻ അന്ത്രയോസ്, സെബദിയുടെ പുത്രനായ യാക്കോബ്, അവന്റെ സഹോദരൻ യോഹന്നാൻ, ഫിലിപ്പോസ്, ബർത്തലോമിയോ, തോമ, ചുങ്കക്കാരൻ മത്തായി, ഹൽപ്പയുടെ പുത്രൻ യാക്കോബ്, തദേവൂസ്, കാനാൻകാരൻ ശിമിയോൻ, ഈശോയെ ഒറ്റിക്കൊടുത്ത യൂദാസ് കറിയാത്ത. ഈ 12 പേരെയും ഈശോ ഇപ്രകാരം ചുമതലപ്പെടുത്തി അയച്ചു: നിങ്ങൾ വിജാതിരുടെ അടുത്തേക്ക് പോകരുത്, സമരിയാക്കാരുടെ പട്ടണത്തിൽ പ്രവേശിക്കുകയും അരുത്. പ്രത്യുത ഇസ്രായേൽ ഭവനത്തിലെ നഷ്ടപ്പെട്ടു പോയ ആടുകളുടെ അടുത്തേക്ക് പോകുവിൻ. പോകുമ്പോൾ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പ്രഘോഷിക്കുവിൻ. രോഗികളെ സുഖപ്പെടുത്തുകയും മരിച്ചവരെ ഉയർപ്പിക്കുകയും കുഷ്ഠരോഗികളെ ശുദ്ധരാക്കുകയും പിശാചുകളെ ബഹിഷ്കരിക്കുകയും ചെയ്യുവിൻ. ദാനമായി നിങ്ങൾക്ക് കിട്ടി ദാനമായി തന്നെ കൊടുക്കുവിൻ. നിങ്ങളുടെ അരപ്പട്ടയിൽ പൊന്നോ വെള്ളിയോ ചെമ്പോ കരുതി വെക്കരുത്. യാത്രയ്ക്ക് സഞ്ചിയോ 2 ഉടുപ്പുകളോ ചെരിപ്പോ വടിയോ എടുക്കരുത്. കാരണം വേല ചെയ്യുന്നവൻ ആഹാരത്തിന് അർഹനാണ്. നിങ്ങൾ ഏതെങ്കിലും പട്ടണത്തിലോ ഗ്രാമത്തിലോ പ്രവേശിക്കുമ്പോൾ അവിടെ അർഹതയുള്ളവൻ ആരെന്ന് അന്വേഷിക്കുകയും അവിടം വിടുന്നതുവരെ അവനോടുകൂടെ താമസിക്കുകയും ചെയ്യുവിൻ. നിങ്ങൾ ആ ഭവനത്തിൽ പ്രവേശിക്കുമ്പോൾ അതിന് സമാധാനം ആശംസിക്കണം. ആ ഭവനം അർഹതയുള്ളതാണെങ്കിൽ നിങ്ങളുടെ സമാധാനം അതിൽ വസിക്കട്ടെ. അർഹതയില്ലാത്തതെങ്കിൽ നിങ്ങളുടെ സമാധാനം നിങ്ങളിലേക്ക് തന്നെ മടങ്ങട്ടെ. ആരെങ്കിലും നിങ്ങളെ സ്വീകരിക്കാതെയോ നിങ്ങളുടെ വചനം ശ്രവിക്കാതെയോ ഇരുന്നാൽ ആ ഭവനം അഥവാ പട്ടണം വിട്ടുപോരുമ്പോൾ നിങ്ങളുടെ പാദങ്ങളിലെ പൊടി തട്ടിക്കളയുവിൻ. വിധി ദിവസത്തിൽ ആ പട്ടണത്തേക്കാൾ സോദോം ഗൊമോറ ദേശങ്ങൾക്ക് കൂടുതൽ ആശ്വാസമുണ്ടാകുമെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. ഈശോയിൽ സ്നേഹമുള്ളവരെ, ദനഹാക്കാലം 3-ാം വെള്ളിയാഴ്ചയായി ഇന്ന് വിശുദ്ധ സുവിശേഷകന്മാരെ പ്രത്യേകമായി സഭ അനുസ്മരിക്കുന്ന ദിവസമാണ്. സുവിശേഷകന്മാർ തങ്ങളുടെ മിശിഹ അനുഭവം പങ്കുവെക്കുകയും അത് ലിഖിത രൂപത്തിൽ നൽകുകയും ചെയ്തതുകൊണ്ടാണ് സുവിശേഷം ലോകം മുഴുവൻ പ്രഘോഷിക്കപ്പെടുന്നത്. സുവിശേഷങ്ങളിലൂടെയാണ് ഈശോ ഇന്ന് നമ്മോട് സംസാരിക്കുന്നത്. സുവിശേഷങ്ങളിലൂടെ സംസാരിക്കുന്ന ഈശോയെ മനസ്സിലാക്കുവാനും ഈശോയെ പൂർണ്ണമായും ദർശിക്കുവാനും സുവിശേഷ വായന നമ്മെ സഹായിക്കുന്നു. ഇന്നത്തെ സുവിശേഷത്തിൽ നാം ശ്രവിച്ചത് ഈശോ തന്റെ ശിഷ്യന്മാരെ സുവിശേഷ പ്രഘോഷണത്തിനായിട്ട് അയക്കുന്നതാണ്. സുവിശേഷത്തിൽ ഈശോ ശിഷ്യന്മാരോട് പറയുന്നു, നിങ്ങൾ വിജാതിരുടെ ഭവനങ്ങളിൽ പ്രവേശിക്കരുത്, ഇസ്രായേലിലെ നഷ്ടപ്പെട്ട ആടുകളുടെ പക്കലേക്ക് പോകുവിനെന്ന്. എന്തുകൊണ്ടാണ് ഈശോ ഇപ്രകാരം പറഞ്ഞത് എന്ന് ഒരുപക്ഷെ നാം ചിന്തിക്കും. ഈശോ വിജാതിര പട്ടണങ്ങളിൽ പോകരുത് എന്ന് ശിഷ്യന്മാരോട് പറയുന്നത് ശിഷ്യന്മാർക്ക് പരിശീലനം കൊടുക്കുന്ന സമയമാണ് ഇപ്പോൾ. അതുകൊണ്ട് തന്നെ ശിഷ്യന്മാർക്ക് മിശിഹായുടെ സുവിശേഷം പൂർണ്ണമായി പങ്കുവെക്കുവാനായിട്ടുള്ള കഴിവ് ആയിട്ടില്ല. എന്നാൽ ഇസ്രായേലിനെ നഷ്ടപ്പെട്ട ആടുകളുടെ പക്കലേക്ക് പോകുമ്പോൾ അവർക്ക് പഴയ നിയമ പശ്ചാത്തലവും വരാനിരിക്കുന്ന മിശിഹായെക്കുറിച്ചുള്ള പ്രതീക്ഷയും ഒക്കെ ഉള്ളതുകൊണ്ട് സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് അവരുടെ ഭവനങ്ങളിലൂടെ സുവിശേഷം അറിയിക്കുമ്പോൾ അവർക്ക് മനസ്സിലാക്കുവാൻ എളുപ്പമായിരുന്നു. അതുകൊണ്ടാണ് ഈശോ നിങ്ങൾ വിജാതിരുടെ ഭവനങ്ങളിൽ പോകാതെ ഇസ്രായേലിന്റെ ഭവനങ്ങളിൽ കൂടെ പോകുവാൻ ആവശ്യപ്പെടുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം അവസാനിക്കുമ്പോൾ ഈശോ നൽകുന്ന നിർദ്ദേശത്തിൽ നിങ്ങൾ പോയി സർവ്വജനതകളോടും സുവിശേഷം പ്രസംഗിക്കുവാനാണ്. അവിടെയാകുമ്പോൾ ശിഷ്യന്മാര് രൂപീകരണം, പരിശീലനം, അവിടെ ശിഷ്യന്മാര്
രൂപീകരണം അല്ലെങ്കിൽ പരിശീലനം പൂർത്തിയാക്കി അവരുടെ ദൗത്യം അതിന്റെ പൂർണ്ണതയിൽ നിർവഹിക്കുവാൻ വേണ്ടി ഈശോ പറഞ്ഞയക്കുകയാണ്. സകലർക്കും സുവിശേഷം ആകുവാൻ വേണ്ടി പറഞ്ഞയക്കുന്നു. ഇന്നും ഈശോയെ അറിയുകയും ഈശോയിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവരുടെ പ്രധാന ദൗത്യം തങ്ങളുടെ ജീവിതം കൊണ്ട്, തങ്ങളുടെ വാക്കുകൾ കൊണ്ട് തങ്ങൾ അനുഭവിച്ച മിശിഹായെ പങ്കുവെക്കുക, അപ്രകാരം സുവിശേഷമായി മാറുക എന്നുള്ളതാണ്. ഈശോയാകുന്ന സുവിശേഷത്തെ സ്വീകരിക്കുന്നതിനും ആ സുവിശേഷം മറ്റുള്ളവർക്ക് പങ്കുവെക്കുന്നതിനും ദൈവകൃപ നമുക്ക് പ്രാർത്ഥിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.